വെയിറ്റ് ഫോർ ദ കിടുക്കാച്ച ഐറ്റം. കേരളം നിന്ന് കത്താൻ പോണൊരു സാധനം പൊളിക്കും. നമ്മൾ നടക്കാം എന്ന് ഉറപ്പുള്ളവർ മാത്രം ഇവിടെ വന്നാൽ മതി എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ കോൾ നോക്കിയ വേറെ ഞാൻ യൂട്യൂബറാടാ. പിന്നെ ഈ സാധനം കണ്ടിട്ട് എന്ത് ചോദിച്ചാൽ പറയട്ടെ. ശിവൻ കുറേ നേരം നമ്മളെ ഫോണ് പേരെങ്ങനെയാ കുഞ്ഞു. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സിംഗിമാച്ചൻ്റെ പുത്തൻ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആനകളോട് എല്ലാവർക്കും ടാറ്റ കൊടുക്കാണ്. ഇനിയിപ്പോൾ ഏതിനി വർഷം പിന്നെ വല്ല എന്തിലേക്ക് വരുമ്പോൾ കാണാം. ഓക്കെ ബൈ. ടാറ്റകൾ ടാറ്റ. എന്നെ നിങ്ങളിപ്പോൾ എന്നെ കണ്ടെന്തോ മേത്തേക്ക് വെള്ളം കുറി ഒഴിച്ചതാണെന്ന് വിചാരിക്കുന്നു. സോ അതല്ല ഗീസ്, ഞാൻ വേർത്ത് വിളിച്ചതാണ്. ഇവിടെ വന്നവർ നടക്കണം എന്ന് മാത്രം തീരുമാനിച്ചിട്ട് വേണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, അല്ലാത്ര വരരുത്. അതിന് മാത്രം നടക്കാനുണ്ട്. ഞാൻ ഇത്ര പേർക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. പുള്ളി വിചാരിച്ചേ ഞാൻ മേത്തേക്ക് വെള്ളം കുറി വെച്ചാൽ ഞാനിപ്പോൾ അവിടെ ആനയ്ക്ക് ചാറ്റെടുത്ത് എടാ നീ കുളിച്ചതാണോ എന്ന് ചോദിക്കുന്നത്. എന്നിട്ടാ വേർത്തതാ, അതിന് മാത്രം നടക്കാനുണ്ട്. എടാ അപ്പോൾ പുള്ളി പറയാ, അവന്മാരുടെ പുള്ളിയുടെ ഒപ്പം വന്നവനോട് പറയാ, എടാ ഇവൻ്റെ കോലം നോക്കി നീ വേർത്ത് കുളിച്ച് മിക്കവാറും ഒരു വിധത്തിലാവുമെന്ന് പറഞ്ഞു. ഹിസ് ബി കൂൾ. ടേക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് എടുക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അറ്റം വരെ പോയിട്ട് തിരിച്ചു വന്ന് ക്യാമറ എടുക്കാം. പക്ഷേ ആൾക്കാർ നടന്നു പോകുന്ന സ്പേസ് അവരുണ്ട്. നമ്മൾ ടേക്ക് എടുക്കുമ്പോൾ അവർക്ക് മുമ്പിൽ കൂടി നടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ടേക്ക് എടുത്ത് വെക്കണത്. പിന്നെ ഈ വ്ളോഗ് എങ്ങനെയുണ്ടെന്ന് പോലും എനിക്കറിയാമുള്ള സംഭവം. ചിലപ്പോൾ നിങ്ങൾക്ക് ബോറിങ് ആയിരിക്കും. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. കാരണം എൻ്റെ കൂടെ ആരില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബോറിങ് ആയിരിക്കും. എന്തായാലും ആദ്യത്തെ ഒരു വ്ളോഗ് മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ ഏർമാടം ഉണ്ടെന്ന് കണ്ടോ ഗേസ്, നമ്മൾ ഏർമാടത്തിൽ കയറും. ആദ്യത്തെ ഒരു വ്ളോഗ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുള്ളൂ. ബാക്കിയുള്ള വ്ളോഗ് മൊത്തം പവറാക്കാൻ പറ്റും. പിന്നെ ക്ലാരിറ്റി അത് നമുക്ക് എന്തായാലും പെട്ടെന്ന് നമ്മളതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മളൊരു ഗോപ്രോയുടെ ക്യാമറ എടുക്കും, അല്ലെങ്കിൽ ഐഫോൺ എടുക്കും. അതിലേതെങ്കിലും ഒന്നെടുത്തിരിക്കും. പിന്നെ നമ്മൾ കിടുക്കാച്ചി ഇതിന് ശേഷമുള്ള മൂന്നാമത്തെ കണ്ടൻറ്റ് വരുന്നുണ്ട് ഗേസ്. ഓക്കെ, വെയിറ്റ് ഫോർ ദ കിടുക്കാച്ചി ഐറ്റം. കേരളം നിന്ന് കത്താൻ പോണൊരു സാധനം പൊളിക്കും. നമ്മൾ ഈ ഓടി വന്നിട്ടോ അട്ടേ എടാ പട്ടിയുടെ മോനെ വാടത്തിണ്ടി ഗീസ്. അവൻ എന്നെ പറ്റിച്ച് ഓടിപ്പോകുന്നു. ആനകളുടെ കടവ്, അതായത് ആന കുളിക്കുന്ന സ്ഥലമാണ് അവിടെ. നമുക്ക് അവിടെയും കൂടി പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി വേറെ റെസ്റ്റ് എടുക്കാം. എന്തായാലും ബസ് ഉണ്ടാവും. ഞാൻ ബസ്സിനാണ് വന്ന, വണ്ടിക്കല്ല. ഏർമാടുണ്ട്, അവർ പോയിട്ട് നമുക്ക് ഏർമാട്ടും കയറാം. ഓക്കെ, ഇപ്പോഴൊരു സൗണ്ട് ഒരു ക്ലിയറിങ് ആയിട്ടില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നുള്ളൂ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പെരിയാർ പോയ കേട്ടോ. പെരിയാർ പോയാൽ അറിയാമല്ലോ ആരുടെ ബാക്കിലൂടെ തന്നെ. എന്തായി ഇത് എന്തിൻ്റെ പേര്? ഇല്ലിക്കാട്. ഇല്ലിക്കാട് അതെന്ന് പറയണേ. നമ്മുടെ പെരിയാർ പുഴ. ഇവിടെയാണ് ആനകളെ കുളിപ്പിക്കാൻ വന്ന സ്ഥലം. കുട്ടികളുടെ പാർക്ക്, പുറത്തേക്കുള്ള വഴി കുറേ ഉണ്ട്. യെസ് കേസ്, നമുക്ക് പോകണ ടാർഗറ്റ് അവിടെ എത്തി. അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. വേർ ആർ യു ഗോയിങ് ഫോർ? ഫസ്റ്റ് അങ്ങോട്ട് പോകാം. ഓക്കെ, മഴ വരാറായെന്നൊരു സംശയം. നീ ഇവിടെയാണ് രക്തചന്ദന തോട്ടം. ഇവിടെ കുറേ പാറകളൊക്കെ ഉണ്ട്. ചേച്ചി കേൾക്കണം. ചേച്ചി ചേട്ടൻ ഹായ്. യെസ്, ഇതാണ് പെരിയാർ പുഴ. ഇന്നിവിടെ അധികം തിരക്കില്ലല്ലേ?
എന്നാ തിരക്കുള്ള ദിവസം എന്നാ? ശനി ഞായറല്ലേ? ഞാൻ അങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ എടുക്കണ യൂട്യൂബിലൊക്കെ വീഡിയോ എടുക്കണ ഞാൻ പേരെങ്ങനെയാ? പേരെങ്ങനെയാ? കുഞ്ഞുണ്ണി. ഇവിടെ തന്നെ വീട്? ഇതാണ് കുഞ്ഞുണ്ണി ചേട്ടൻ. ചേട്ടൻ ആയി കൊടുത്തേര്, ആയി കൊടുത്തേര്. ചേട്ടൻ എത്ര വർഷം ഇപ്പൊ? എത്ര വർഷമായി? ഇവിടെ അങ്ങനെ ഇല്ല. അതല്ല, ചേട്ടൻ ഇവിടെ വന്നിട്ട് എത്ര വർഷമായിന്ന് വെച്ചാ? അതാ പറഞ്ഞ ഇവിടെ അങ്ങനെ വർഷം കണക്കില്ല. ഒരാൾക്ക് 15 ദിവസം. ഒരാൾക്ക് 15 ദിവസം? ഒരാൾക്ക് 15 ദിവസം അങ്ങനെ കണ്ടത്. ഇന്നിപ്പോ അധികം ആൾക്കാരില്ലല്ലേ? ശരിയാ, കാണാം. ചേട്ടൻ വൈബ. ചേട്ടൻ അവിടെ നിന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഞാൻ പോയി ശല്യപ്പെടുത്തി. ഒരു സുഖം. എന്തായാലും കൊള്ള കേസ് വൈബാണ്, അത്യാവശ്യം വൈബാണ്. എണ്ണ വെള്ളത്തിന് ഒഴുക്ക് നോക്കി. ഓ, നല്ല മഴക്കാറും എൻ്റെ കേസ്. ശരിക്കും പറഞ്ഞാൽ നല്ല മൂജിൽ മുഞ്ചിട്ടുണ്ട്. വേർത്ത് കുളിച്ച് പറ്റല്ല. ഞാൻ ഊഞ്ഞാലായിട്ടൊന്ന് വേർപ്പൊന്ന് സെറ്റാക്കട്ടെ. ഞാൻ നമ്മുടെ പെരിയാർ പോയ എൻ്റെ എൻ്റെ അടുത്തുണ്ട്, ഇവിടെ ഉണ്ട്, എന്നാൽ എല്ലാ സ്ഥലത്ത് പെരിയാർ പോയുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം ഊഞ്ഞാലിടാം ഗൈസ്. ഞാൻ ഇപ്പോൾ ഏർവാടത്തിലേക്ക് പോവാം. അത് കുറേ നാളായി കയറിയിട്ട്. എന്തായാലും ആ വഴി നേരെ പുറത്തേക്ക് ഇടാൻ പറ്റും. മഴയും വണ്ട് പെട്ടെന്ന് കയറിയിട്ട് അടുത്ത ബസ്സിന് വീട്ടിൽ പോകാനേ നോക്കണേ. പിന്നെ നിങ്ങൾക്കൊരു ഉപദേശം തരാം. നമ്മൾ മാക്സിമം ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് പുതിയ പുതിയ ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ പറ്റും. പിന്നെ അതുപോലെ കുറേ പാഠങ്ങൾ പഠിക്കാൻ പറ്റും, ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സത്യം പറയാമല്ലോ, അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഞാൻ ഒറ്റയ്ക്ക് പോകണത് എന്താണെന്ന് വെച്ചാൽ, ഇനിയെങ്കിലും മനസ്സിലാക്കുക, സിംഗിൾ മച്ചാന്നുള്ളൊരു ലവ് ബേസ് ചെയ്തിട്ടല്ല സിംഗിൾ മച്ചാന്ന് കിട്ടണേ. കാരണം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം നമുക്ക് നമ്മളെന്നെ സ്വന്തം സമയം കണ്ടുപിടിച്ച് എന്നിട്ട് കുറേ പരിചയപ്പെട്ട് അതൊക്കെ വൈബാണ്, ആസ്വദിക്ക്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പെണ്ണില്ലാത്തതുകൊണ്ടൊന്നല്ല സിംഗിൾ നെറ്റാണ്. അതൊക്കെ ലൈഫ് പഠിപ്പിച്ചതിന് പാഠങ്ങളാണ് ഗേസ്. ഐ എക്സ്പെക്റ്റ് ഈ വ്ളോഗിൽ എനിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞ കാര്യമില്ല. ഏർവാടെത്തി കേസ്, ഇതാ കാണുന്നു ഏർവാടം. അടുത്ത ആൾക്കാരും ഉണ്ട്. അതിന് ഞാൻ എന്തായാലും കയറട്ടെ. ഉടച്ചനെ കയ്യിൽ നിന്ന് വീയാതെ ഓടി. അങ്ങനെ ആഗ്രഹത്തിന് ശേഷം ഏർമടത്തിൽ കയറി ഗൈസ്, കയറി. എന്തൊരു മനസ്സുഖം. ഇതാണ് മരത്തിൻ്റെ മുകളിൽ ഏർമാടം. പ്രവേശന സമയം 5 പേർക്ക് ഇതിനകത്ത് ഓൾറെഡി ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്തൊരു പുറകേറുണ്ട്. ഇതാണ് ഏർമാടം. സോ നമുക്കിനി പുറത്തേക്ക് ഇടാം. പറ്റുള്ള കേസ്. ഇനി ഇവിടെ എനിക്ക് പോയി ഒന്ന് വിശ്രമിക്കട്ടെ. കൊള്ളാം ഏർമാടം കൊള്ളാം. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സാധനം ഇങ്ങനെ പിടിച്ചുകൊണ്ട് എടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കണം. ചേർത്ത് തന്നെ അങ്ങനെ നോക്കണം. അത് നോക്കി ചിരിക്കണേ. അങ്ങനെ കുറേ പേരൊന്ന് ഈ സാധനം ഇങ്ങനെ ഉണ്ട്. അങ്ങനെ പരിചയപ്പെടുത്തി തരാം. ഞാൻ യൂട്യൂബറാടാ. പിന്നെ ഈ സാധനം കണ്ടുപിടിച്ചത് എന്ത് വിചാരിച്ചേ? പറയട്ടെ. ഇവൻ കുറേ നേരം നമ്മളെ ഫോളോ ചെയ്യണേ. നീ വരുന്നിട്ടാ? അൽദിനോ? വീട് എവിടെയാ? ഒരായോറിൻ്റെ നമ്മുടെ പുതിയ ചങ്കാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേര്. സിംഗിൾ മച്ചാൻ. ഓക്കെടാ, ശരി എന്നാ കാണാം. ചെറുക്കൻ. അങ്ങനെ ഇവിടെ വെച്ച് എനിക്ക് ഫാൻസായി ഗേസ്. ഓക്കെ ഗേസ്, അങ്ങനെ കപ്രിക്കാട് കഴിഞ്ഞത്. ഇപ്പോൾ പുറത്തേക്കുള്ള എക്സിറ്റ് വഴി ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ബട്ടർഫ്ലൈ ഒന്നും കേട്ടാ. ആകെ 2-3 ബട്ടർഫ്ലൈ അങ്ങോട്ടും കൂടെ വിളിക്കുന്നതല്ല, ചുമ്മാ വേറൊന്നുമില്ല. നമ്മൾ ഔട്ടാകാൻ പോണേ, എക്സിറ്റ് ആകാൻ പോണേ. സോ ഒരു നാരങ്ങളും കുടിച്ചു, ഒന്ന് ഉഷാറായി. പുതിയ മഴ പെയ്തു തുടങ്ങുന്നുണ്ട്.
എനിക്കൊരു വീഡിയോ കൂടി എടുക്കണമെന്നുണ്ടായിരുന്നു. അത് ഇവിടെയല്ല, പെരുമ്പാവൂരെത്തിയിട്ട്. ടൈം ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കും. എന്നിട്ട് വേണം വീട്ടിൽ പോവാൻ. അത് കഴിഞ്ഞാൽ നമ്മുടെ അഭിജിത്ത് ഇന്ന് പഠിക്കാൻ പോവാണ്, ജോലിക്ക് പോവാണ് പുറത്ത്, ബാംഗ്ലൂർ. എന്നിട്ട് അവനെ കാണാൻ പോകണം. നൈറ്റ് കുറച്ച് പരിപാടി ഉണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൊക്കെ ഇടിച്ചിടിച്ച് പിടിച്ച് പൊട്ടിച്ചു തന്നെ ഗൈസ്. ഓൺലി എൻ്റർടൈൻമെൻറ്റ്. ലെറ്റ്സ് ഗോ. ബൈ.